ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് മൈദ തന്നെയാണ്. നമുക്കൊരു മൈദ ഒന്ന് തരിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് തരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വട്ടം തരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വട്ടം തരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒട്ടും വെള്ളം ഇല്ലാത്ത ഒരു ബൗളിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. തണുപ്പാണെന്നുണ്ടെങ്കിൽ അത് തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ 1 സ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നാലേ ഉള്ളൂ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഇവിടെ നന്നായിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ അത് അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് നേരത്തെ തരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. മൊത്തം ഞാൻ 1/4 കപ്പ് പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതവിടെ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാനിവിടെ ഒരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടൊരു റിങ്ങും കൂടെ ഇറക്കി വെച്ച് കൊടുത്തിരുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 50 മിനിറ്റോളാണ് എനിക്കിത് വെന്ത് വരാൻ വന്ന സമയം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ട് എടുത്തത്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റോളം എനിക്കിത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇത് അവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1 kgയുടെ കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.